പ്രീ മെൻസ്ട്രൽ സിൻഡ്രം PMS എന്നാണെന്ന് തോന്നുന്നു. Yes, PMS. അപ്പോൾ ആ ഒരു സമയത്ത് ഇവർ ബ്ലോട്ടിങ്, ക്രാംസ്, മൂഡ് സ്വിങ്സ്, മെയിൻലി മെന്റലി ഹോർമോണൽ ചേഞ്ച് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെ നമുക്ക് ഒരു ഫുഡ് അല്ലെങ്കിൽ ഡയറ്റ് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? അഫ്കോഴ്സ് ചെയ്യാൻ പറ്റും, പക്ഷേ ഡയറ്റ് മാത്രം വെച്ച് നമുക്കിതിനെ സ്റ്റോപ്പ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അഫ്കോഴ്സ് നമുക്ക് മെഡിക്കേഷൻ്റെ ഹെൽപ്പ് വേണം. ഈ PMS എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 സ്റ്റേജസോളം ഉണ്ട്. ചിലർക്ക് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും, അടിവയറ് വേദന, ബ്രസ്റ്റ് പെയിൻസ്, പിന്നെ ബാക്ക് പെയിൻസ്, പിന്നെ ഹോൾ ബോഡി ആയിട്ട്, ചിലർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി, ചിലർക്ക് ഡയറിയ പോലെ വരാം. സോ ഇതൊരു 7 ഡേയ്സോ 14 ഡേയ്സോ ഒക്കെ മുന്നേ വരാം. ചിലർക്ക് ഒരു പ്രശ്നവും കാണില്ല. അപ്പോൾ നമുക്ക് ഈ ഹോർമോൺ ബാലൻസ് ചെയ്യാനായിട്ട് മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയ ഫുഡ്സ് കഴിക്കുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ബനാന പറയാം, ഡാർക്ക് ചോക്ലേറ്റ്സ് പറയാം. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് പറയുമ്പോൾ ഒരുപാട് പേർക്കുള്ളതാണ് ഈ പീരീഡ്സ് ടൈംസിൽ ക്രേവിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓരോ ചോക്ലേറ്റ് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അത് ഷുഗർ ആഡഡ് ചോക്ലേറ്റ് അല്ല. നമ്മൾ ഡയറി മിൽക്കൊക്കെ പറയുവാണെങ്കിൽ അതൊക്കെ ആഡഡ് ഷുഗർ ഉള്ളതാണ്. സോ നമുക്ക് ആഡഡ് ഷുഗർ ഇല്ലാതെ പ്ലെയിൻ ചോക്ലേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. സോ അത് കഴിക്കുന്നതും കുറച്ചുകൂടെ ഹോർമോണിനെ ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ അഫ്കോഴ്സ് നേരത്തെ പറഞ്ഞ അയൺ, കാൽഷ്യം വെരി ഇമ്പോർട്ടൻറ്റ്.